ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണല്ലോ ധനപരമായിട്ടുള്ള നമ്മുടെ മെച്ചപ്പെടൽ അല്ലെങ്കിൽ വർധനമെന്ന് പറയുന്നത്. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഭവനത്തിൽ ധനം വർദ്ധിക്കാൻ വേണ്ടി നമുക്ക് ഏത് ദൈവത്തെ പ്രാർത്ഥിക്കാമെന്നും അതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും ധനമെന്ന് പറയുന്നത് ഒരു അവശ്യ സാധനം തന്നെയാണ്. ധനമില്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ട് നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ ലൈഫ് തന്നെ അങ്ങ് ബ്രേക്കായി പോകുന്ന ഒരു കാര്യമാണ്. ധനമില്ലെങ്കിൽ നമുക്ക് ഫുഡായാലും ഒരു കാര്യവും മൂവ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ധനവരവ് വരുത്തണമെങ്കിൽ നമ്മളോട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിന് നമ്മുടെ വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യമാണ് വർദ്ധിപ്പിക്കേണ്ടത്. ലക്ഷ്മി ദേവിയെ നന്നായി ഭജിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ വീടും അതേ രീതിയിൽ ദേവി സാന്നിധ്യം വരണമെങ്കിൽ, ദേവിയുടെ ഒരു അനുഗ്രഹം വരണമെങ്കിൽ നമ്മുടെ വീട് അതുപോലെ പരിശുദ്ധമായിട്ടും പവിത്രമായിട്ടും നമ്മുടെ വീട് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ തന്നെ പകുതി ഫലം നമുക്ക് എത്തിയിരിക്കും. പിന്നെ നമ്മുടെ ഹാർഡ് വർക്കിലൂടെയും അത് വർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും കഴിവും എല്ലാം ദേവി നമുക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ കഴിവതും നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വെറുതെ ക്ലീൻ ചെയ്താൽ പോരാ. മഞ്ഞ വെള്ളം ഉണ്ടല്ലോ, മഞ്ഞൾ വെള്ളത്തിൽ കലർത്തി മഞ്ഞളും ഉപ്പും കലർത്തിയതിന് ശേഷം അത് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൊണ്ട് നമ്മുടെ എല്ലാ മുക്കും മൂലയും സഹിതം സകല സാധനങ്ങളും തുടച്ച് വൃത്തിയാക്കുക. അതുപയോഗിച്ച് ആ വാട്ടർ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുക. ഉറപ്പായിട്ടും വീട്ടിലെ ദേവി സാന്നിധ്യം അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ദേവി സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസമായി. അതിനുശേഷം ദേവിയെ സന്ധ്യാസമയത്ത് കറക്റ്റ്, രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കാൻ പറ്റാതെ വൈകിട്ട് മസ്റ്റായിട്ടും വിളക്ക് കത്തിച്ചിരിക്കണം. അപ്പോൾ അത് നല്ലതായിട്ട് നിലവിളക്കൊക്കെ വൃത്തിയായിട്ട് തേച്ച് ഫോട്ടോസൊക്കെ നന്നായിട്ട് ഭഗവാന്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട്, നല്ല വൃത്തിയാണ് ദേവിക്ക് എപ്പോഴും ക്ലീനാണ് മസ്റ്റായിട്ടുള്ളത്. എന്ത് ചെയ്താലും അവിടെ ക്ലീൻ പ്ലേസിലെ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ദേവിയുടെ അസാന്നിധ്യമായിരിക്കും അവിടെ ഉണ്ടാവുക. ആ അസാന്നിധ്യത്തിലാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ, ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ, ക്ലീൻ ഇല്ലാത്തടത്ത് തന്നെ രോഗങ്ങളും ദുരിതങ്ങളും എത്രയും പെട്ടെന്ന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് രോഗദുരിതങ്ങൾ അതോടൊപ്പം തന്നെ വരും. ആ രോഗദുരിതങ്ങൾ വരുന്നതോടെ നമുക്ക് ആശുപത്രിവാസമായിരിക്കും ഫലം. അതിലൂടെ നമുക്ക് ചിലവുകൾ, നമ്മുടെ ടൈം വേസ്റ്റ്, ഇതൊക്കെ അപ്പം ഉണ്ടാകുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നും നമ്മുടെ വീടുകൾ നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കാൻ കഴിയുന്നവർ എന്നും ചെയ്യുക. അതുപോലെ ഈ 2 ദിവസങ്ങളിൽ ഈ മഞ്ഞൾ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ വീടിൻ്റെ മുക്കും മൂലയും എല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ദേവിക്ക് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നെയ്യ് വിളക്കിലൊഴിച്ചിട്ട് ആ നെയ്യ് വിളക്ക് കത്തിക്കുക. ദേവിക്ക് നെയ്യ് വിളക്ക് സമർപ്പിക്കുക. ധനപരമായിട്ട് നിങ്ങൾ എന്ത് തന്നെ പ്രശ്നത്തിൽ അകപ്പെട്ടിരുന്നാലും അതിൽ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ദേവി നിങ്ങൾക്ക് അതിനുള്ള ഒരു ആശ്വാസം അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരുന്നതായിരിക്കും. ഉറപ്പാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. അതോടൊപ്പം ദേവിയുടെ മുന്നിലിരുന്ന് നന്നായിട്ട് ദേവിയെ ഭജിക്കുക. ഈ മന്ത്രം ദേവിക്ക്, ലക്ഷ്മി ദേവി എത്രയും പെട്ടെന്ന് പ്രസാദിക്കാൻ ഈ ഒരൊറ്റ മന്ത്രം ചൊല്ലിയാൽ മതിയാകും. ഈ ഒരു മന്ത്രത്തിലൂടെ തന്നെ ദേവി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രസിദ്ധിയാവുന്നതായിരിക്കും. മന്ത്രം ഇതാണ്: ഓം നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുയ ഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി
സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തി സദാദേവി മഹാലക്ഷ്മി നമസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗസംബോധേ മഹാലക്ഷ്മി നമസ്തുതേ. സ്ഥൂലസൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശ്വരി ജഗത്മാതർ മഹാലക്ഷ്മി നമസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗത്മാതർ മഹാലക്ഷ്മി നമസ്തുതേ. ഈ ഒരു മന്ത്രം നിങ്ങൾ ഒരു പ്രാവശ്യം ജപിക്കുക. 2 പ്രാവശ്യം ജപിച്ചാൽ അതിലേറെ ബലമാണ്. അതായത് നമ്മുടെ വീട്ടിൽ എത്ര വലിയ ദാരിദ്ര്യമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതെത്രയും പെട്ടെന്ന് തന്നെ ദേവി ദൂരീകരിച്ച് തരുന്നതായിരിക്കും. 2 വട്ടം ജപിക്കാൻ പറ്റുന്നവർ അങ്ങനെ ജപിക്കുക. അല്ലെങ്കിൽ രാവിലെ 1 പ്രാവശ്യം, വൈകിട്ട് 1 പ്രാവശ്യം അങ്ങനെ ജപിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ധനപരമായിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ദേവി തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.